ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന സത്സംഗത്തിൽ നമ്മൾ ഇതിനകം അനവധി വീഡിയോകൾ നമ്മൾ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ ശക്തമായ ഒരു മന്ത്രവും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ രണ്ട് മന്ത്രങ്ങളാണ് ത്രയംബക മന്ത്രവും സുദർശന മന്ത്രവും. ത്രയംബക മന്ത്രം ഇതിനു മുമ്പൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സുദർശന മന്ത്രത്തിനെ കുറിച്ചാണ്, സുദർശന ചക്രത്തിനെ കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത്. ആദ്യം ഇതിന്റെ ഐതിഹ്യത്തിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഏതും അതിന്റെ ഐതിഹ്യം പറയുമ്പോൾ അതിന്റെ കൂടുതൽ അതിന്റെ മഹിമ അറിയാമല്ലോ. സുദർശന മന്ത്രം ആര് നൽകിയതാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ശിവപുരാണത്തിൽ പറയുന്നു, മഹാദേവൻ വിഷ്ണു ഭഗവാനെ അസുരന്മാരുമായി യുദ്ധം ചെയ്യാനായിക്കൊണ്ട് നൽകിയതാണ് സുദർശന ചക്രം എന്ന് പറയുന്നു. മറ്റു പുരാണങ്ങളിൽ വേറൊരു വെർഷൻ ഉണ്ട്, നല്ല വെർഷൻ തന്നെയാണ്. മറ്റു പുരാണങ്ങൾ പറയുന്നത് എന്താണെങ്കിൽ, സൂര്യന്റെ പത്നിയായ സഞ്ജന, ആ സഞ്ജന വിശ്വകർമാവിന്റെ പുത്രിയായിരുന്നു. സൂര്യന്റെ അതിഭയങ്കരമായ ചൂടുകൊണ്ട് സഞ്ജനയായ ഭാര്യയ്ക്ക് സൂര്യനെ പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുത്രിയുടെ ദുഃഖം കണ്ടിട്ട് വിശ്വകർമാവ് സൂര്യനെ തപസ് ചെയ്ത് സൂര്യനിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ട് സൂര്യന്റെ തേജസ്സിനെ ഒന്ന് കുറച്ചു. ആ തേജസ്സുള്ള ഊർജത്തിനെ ഒരു പരിധി വരെ ഇങ്ങോട്ട് കുറച്ചു. അങ്ങനെ ആ ഊർജത്തിനെ ഒന്ന് കുറച്ചപ്പോൾ സഞ്ജനയ്ക്ക് സൂര്യനെ പ്രാപിക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് ആ വിശ്വകർമാവിന്റെ കയ്യിൽ എത്തിച്ചേർന്ന ആ കുറച്ചതായ ആ ഊർജം, സൗരോർജം കൊണ്ട് 3 സാധനങ്ങളാണ് വിശ്വകർമാവ് ഉണ്ടാക്കിയത്. ഒന്ന് സുദർശനമുണ്ടാക്കി, രണ്ടാമത് മഹാദേവന്റെ കയ്യിലുള്ള ത്രിശൂലം എന്ന് പറയുന്ന ശൂലമുണ്ടാക്കി, മൂന്നാമത് ബ്രഹ്മാവിനെ വേണ്ടി ഒരു പുഷ്പക വിമാനവും ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കി എന്ന് മറ്റുള്ള പുരാണങ്ങളിലൊക്കെ പറയുന്നു. എന്തായാലും സുദർശനം വളരെ ശക്തമാണ്. 1000 പല്ലുകളാണ് സുദർശന ചക്രത്തിന്, അരം എന്ന് പറയാ. അതുകൊണ്ട് സഹസ്രാരം എന്നൊരു പേര് സുദർശന ചക്രത്തിനുണ്ട്. സുദർശനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നല്ല ദൃഷ്ടി, നല്ല കാഴ്ചപ്പാടുള്ളതെന്നാണ്. സുദർശനത്തിനെ സേവിക്കുന്ന ആരുണ്ട്, ഏത് ഭക്തനുണ്ടോ ആ ഭക്തനെ ഉപദ്രവിക്കുന്ന ആരെയും കണ്ടെത്തി അവനെ ഉന്മൂലനാശം ചെയ്യാൻ കഴിവുള്ളവനാണ് സുദർശനമൂർത്തി അല്ലെങ്കിൽ സുദർശന ചക്രം. ഈ സുദർശന ചക്രം ഉപാസിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സുദർശന മന്ത്രമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ആ മന്ത്രം വളരെ ശുദ്ധമായി ജപിച്ചാൽ ഒരുപാട് ബാധകളിൽ നിന്ന്, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഒക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ആ ശക്തമായ മന്ത്രമാണ്, സുദർശന മന്ത്രമാണ് ഇവിടെ ജപിക്കുന്നത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനേ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദക്ഷോഭനകരായ ഹും ഫട് ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഈ ദിവ്യമായ മന്ത്രം ജപിച്ചിട്ട് അതിന് ചില ചിട്ടകളുണ്ട് ജപിക്കാൻ. കാലത്ത് എന്നിട്ട് ഏത് മന്ത്രവും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ മന്ത്രങ്ങളൊക്കെ സൂര്യൻ ഉദിച്ചിട്ട് ജപിച്ചു തുടങ്ങണം. അപ്പൊ സൂര്യൻ ഉദിച്ച ഒരു 6 മണിയോട് കൂടി കുളിച്ചു വന്ന്
ഭസ്മവും ചന്ദനമൊക്കെ തൊട്ട് ഒരു ആവണപ്പലകയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു കിണ്ടിയിൽ കുറച്ച് ശുദ്ധജലം എടുത്തു വെച്ച് ആ ശുദ്ധജലത്തിൽ അക്ഷതം, നെല്ലും മരിയും കൂടിയ അക്ഷതം, ചന്ദനം, തുളസിയിലയിട്ട് ഒരു 3 ദർഭപ്പുല്ല്, കഴുത്തോട് കൂടിയ തലയുള്ള 3 ദർഭപ്പുല്ല്, ഒരു ചാൺ നീളമുള്ള ദർഭപ്പുല്ല് ആ വെള്ളത്തിലിട്ട് ആ ദർഭപ്പുല്ല് പിടിച്ചുകൊണ്ട് ഈ മന്ത്രം 21 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക. ജപിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈ വെള്ളം തീർത്ഥമായി സേവിക്കാം, ഗ്രഹങ്ങളിലൊക്കെ തളിക്കാം, ഗ്രഹത്തിന്റെ ചുറ്റും കൊണ്ടുപോയി തളിക്കാം. കാരണം ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ നമ്മളെ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തും. അല്ലെങ്കിൽ സുദർശന ചക്രം എഴുതിച്ച് ആ സുദർശന ചക്രം തൊടാം. ഈ സുദർശനത്തിന്റെ കഥയാണ് നമുക്ക് സുപരിചിതമായ അംബരീഷ ചരിതം. ആ അംബരീഷനെ പരീക്ഷിക്കാനായിക്കൊണ്ട് ദുർവാസാവ് മഹർഷി വന്നപ്പോൾ ആ ദുർവാസാവിനെ നശിപ്പിക്കാനായിക്കൊണ്ട് ആ അംബരീഷന്റെ സേവകനായ ആ സുദർശന മൂർത്തി അങ്ങനെ പുറപ്പെട്ടു. എവിടേക്ക് ഓടി ദുർവാസാവ്. അവസാനം ആ ദുർവാസാവ് ഗത്യന്തരമില്ലാതെ ആ വിഷ്ണു ഭഗവാന്റെ അടുത്ത് തന്നെ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ആ അംബരീഷനെ പോയി കാല് പിടിച്ചോളൂ. അങ്ങനെ അംബരീഷൻ വന്നപ്പോൾ ഈ സുദർശന മന്ത്രം പോലെ തന്നെ ശക്തമായ ഒരു സ്തുതി ഭാഗവതത്തിലുണ്ട്. ഭാഗവതം മൂലം വായിക്കുന്നവർക്കറിയാം, അത് എന്നും വായിക്കുന്നത് വളരെ നല്ലതാണ്. സുദർശന സ്തുതി 9-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ 3 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ സുദർശന സ്തുതിയാണ്. പരാർത്ഥമായി ചെറിയ സ്തുതി. ഈ മന്ത്രം വളരെ ശക്തമായി പഠിക്കുക. ഈ ഭാഗവതത്തിലെ ഈ സുദർശന സ്തുതി പഠിക്കുക. പറ്റുമെങ്കിൽ ഒരു സുദർശന ചക്രം ഉണ്ടാക്കി വീട്ടിൽ വെച്ചോളൂ. ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് ആ കാലത്ത് എഴുന്നേറ്റാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ച് ആ തീർത്ഥജലം സേവിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ വന്നാൽ വീട്ടിലുള്ള അനാവശ്യ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ ഇല്ലാതാകുന്നു. മറ്റുള്ളവരുടെ ശത്രുഭാവം നമ്മളോടുള്ള ഇല്ലാതെയാകുന്നു. ജീവിതം സമാധാനപൂർണമാകുന്നു. അതുകൊണ്ട് ഈ സുദർശനത്തിനെ വേണ്ടതുപോലെ ഉപാസിക്കാൻ ഈ സുദർശന മന്ത്രം നന്നായി പഠിക്കുക, തെറ്റുകൂടാതെ പഠിക്കുക. സുദർശന സ്തുതി, ഭാഗവതത്തിലെ സുദർശന സ്തുതി വേണ്ടതുപോലെ നന്നായി വായിച്ചു പഠിക്കുക. എന്നിട്ട് ഈ സുദർശനത്തിനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നമ്മളെ നല്ലോണം നിരീക്ഷിക്കും സുദർശനം. നമ്മൾ നടക്കുന്ന രീതി ശരിയല്ലേ, നമ്മൾ സ്വാർത്ഥമല്ല പരാർത്ഥമായിട്ടല്ലേ ജീവിക്കുന്നത് എന്ന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളൊക്കെ ജയിക്കാൻ സാധിച്ചാൽ ഈ സുദർശനം നമ്മെ എല്ലാ വിധത്തിലും എല്ലാ പ്രകാരത്തിലും രക്ഷിക്കുന്നു. വിഷ്ണു ഭഗവാന്റെയും ആ ശിവഭഗവാന്റെയും മഹാദേവന്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട 2 മന്ത്രങ്ങളാണ് ത്രയംബകവും സുദർശനവും. ഇത് രണ്ടും ഈ യൂട്യൂബ് ചാനൽ 2 പ്രാവശ്യമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങൾ അതൊക്കെ എടുത്ത് പഠിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.